എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും റാങ്കേഴ്സ് ഹോമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് കോൺകോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. PSC പരീക്ഷകളിൽ വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ ഇതെല്ലാം ആവർത്തിച്ച് പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യത്തെ പഠിക്കാൻ പോകുന്നത് നോട്ട് ഓൺലി ബട്ട് ഓൾസോയെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് രണ്ടാമത്തെ സബ്ജക്റ്റ് നോക്കുക. രണ്ടാമത്തെ സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ നിങ്ങൾ വെർബ് എന്തായിരിക്കണം? ഏകവചനമാക്കിക്കോളും. അപ്പോൾ പറഞ്ഞത് എത്രയേ ഉള്ളൂ. നോട്ട് ഓൺലി ബട്ട് ഓൾസോയുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ സബ്ജക്റ്റ് അല്ലെങ്കിൽ നാമം ഏകവചനമാണെങ്കിൽ വെർബ് ഏകവചനം. ഇനി സെക്കൻഡ് സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ വെർബ് എന്താക്കി മാറ്റണം? പ്ലൂറലാക്കി മാറ്റുക. ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആക്കുക. സെക്കൻഡ് സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ വെർബ് പ്ലൂറലാക്കുക. കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കുക. നോട്ട് ഓൺലി ദ മാനേജർ ബട്ട് ഓൾസോ ദ ഓഫീസേഴ്സ് ഡാഷ് ആബ്സെൻ്റ് എന്ന് കാണാം അല്ലേ? ബട്ട് ഓൾസോ ആണ്. ബട്ട് ഓൾസോ കേട്ടോ. നോട്ട് ഓൺലി ദ മാനേജർ ബട്ട് ഓൾസോ ദ ഓഫീസേഴ്സ് ആർ ആബ്സെൻ്റ്. കാരണം ഇവിടെ രണ്ടാമത്തെ ഇത് ഒന്നാമത്തെ നാമം അല്ലേ? ഇത് ഒന്നാമത്തെ നാമം അല്ലെങ്കിൽ ഒന്നാമത്തെ സബ്ജക്റ്റ്. രണ്ടാമത്തെ സബ്ജക്റ്റ് ഏതാ? ഓഫീസേഴ്സ് അല്ലേ? ഓഫീസേഴ്സാണ്. അപ്പോൾ ഓഫീസേഴ്സാണ് നോക്കേണ്ടത്. കാരണം രണ്ടാമത്തെ സബ്ജക്റ്റിനാണ് ഇവിടെ പ്രാധാന്യം. രണ്ടാമത്തെ സബ്ജക്റ്റ് എന്തിലാണ് കിടക്കുന്നത്? രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറല. അപ്പോൾ വെർബ് എന്തായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്? വെർബ് പ്ലൂറലായിരിക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. നോട്ട് ഓൺലി ദ ഓഫീസേഴ്സ് ബട്ട് ഓൾസോ ദ മാനേജർ ഈസ് ആബ്സെന്റ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തേത് ഏതാ? ഒന്നാമത്തെ സബ്ജക്റ്റ് ഓഫീസേഴ്സാണ്. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കണ്ട. രണ്ടാമത്തെ സബ്ജക്റ്റിനാണ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുക. ഇവിടെ മാനേജർ പറയുമ്പോൾ എന്താ? സിംഗുലറാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് ഉപയോഗിച്ചു? നമ്മൾ ഇവിടെ വെർബ് ഇവിടെ എന്ത് ഉപയോഗിച്ചു? സിംഗുലറായിട്ട് ഉപയോഗിച്ചു. ഇത്രയേ ഉള്ളൂ. കണക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇനി അടുത്ത് ഐദർ ഓറും നൈദർ നോറും. അതായത് നോട്ട് ഓൺലി ബട്ട് ഓൾസോൻ്റെ നിയമം എന്താണോ അത് തന്നെയാണ് ഐദർ ഓറിലും നൈദർ നോറിലും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആക്കുക. രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ വെർബ് പ്ലൂറലാക്കുക. ഇത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. നോട്ട് ഓൺലി ബട്ട് ഓൾസോൻ്റെ സെയിം നിയമം തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. ഐദർ ദ ബോയ് ഓർ ഹിസ് പാരൻസ് ഹാവ് ടു അപ്പോളജൈസ്. എന്തുകൊണ്ടാണ് ഇവിടെ വെർബായിട്ടുള്ള ഹാവ് യൂസ് ചെയ്യാൻ കാരണം? വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്തൂടെ? ആദ്യത്തെ നൗൺ സബ്ജക്റ്റ് ബോയ്, രണ്ടാമത്തേതാ പാരൻസാണ് അല്ലേ? അപ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചല്ലേ നമ്മൾ മാറ്റുക അല്ലേ? രണ്ടാമത്തെ സബ്ജക്റ്റ് പാരൻസ് ആണ് അല്ലേ? പ്ലൂറല. അതുകൊണ്ട് അവിടെ എന്ത് ഉപയോഗിച്ചു? ഹാവ് നമ്മൾ ഉപയോഗിച്ചു. ഇനി അടുത്ത് നോക്കൂ. നൈദർ ദ സ്റ്റുഡൻറ്റ് നോർ ദ ടീച്ചേഴ്സ് ഹാവ് കം. ഇവിടെയും എന്താണ്? രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറല. അതുകൊണ്ട് എന്ത് യൂസ് ചെയ്തു? ഹാവ് ഉപയോഗിച്ചു. ഇനി അടുത്ത് നോക്കുക. നൈദർ സച്ചിൻ നോർ ഹെയർ ബ്രദർ ഈസ് പ്രസൻറ്റ് ടുഡേ. ഇവിടെ എന്താ? രണ്ടാമത്തെ സബ്ജക്റ്റ് എന്താ? ഇത് സച്ചിൻ ഒന്നാമത്തെ സബ്ജക്റ്റ്, രണ്ടാമത്തെ സബ്ജക്റ്റ് ബ്രദർ എന്നത് സിംഗുലർ അല്ലേ? അതുകൊണ്ട് എന്ത് യൂസ് ചെയ്തു? ഈസ് യൂസ് ചെയ്തു. പ്രത്യേകം ശ്രദ്ധിക്കാം. രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിച്ചാണ് മാറ്റം വരുത്തേണ്ടത്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഐദർ ഓർ നൈദർ നോർ കേട്ടോ. ഇനി ഐദർ ദ ഓഫീസേഴ്സ് ഓർ ദെയർ മാനേജർ ഹാസ് കം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മാനേജർ. ഓഫീസേഴ്സ് ആദ്യത്തെ സബ്ജക്റ്റ്, സെക്കൻഡ് സബ്ജക്റ്റ് ഏതാ? മാനേജർ സിംഗുലർ ആണോ പ്ലൂറലാണോ? മാനേജറുടെ സിംഗുലർ ആണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വെർബ് ഹാസ് ആണോ ഹാവ് ആണോ യൂസ് ചെയ്യാം? ഹാസ് ആണ്. കാരണം രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്ത് ഉപയോഗിക്കണം? വെർബ് സിംഗുലർ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇനി അടുത്ത കുറച്ച് ഇത്രയും വേർഡുകളൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ്, വിത്ത്, along with, more than, rather than, together with. ഇത്ര എഴുതി വയ്ക്കുക കേട്ടോ. ഇതൊക്കെ വരുന്ന സന്ദർഭത്തിൽ ഇത് കണക്ട് ചെയ്യാനാണ്, കൺജക്ഷൻസ് ആണ് കേട്ടോ. കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് സെൻറ്റൻസുകളെ. അപ്പോൾ ഇവ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് ആദ്യ സബ്ജക്റ്റിൽ ആദ്യ നാമത്തിനനുസരിച്ചാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്മൾ വെർബിൽ മാറ്റം വരുത്താൻ പാടുള്ളൂ. ഇവിടെ ആദ്യ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിട്ട് എടുക്കുക. ആദ്യ സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ വെർബ് ഏകവചനമായിട്ടും, ആദ്യ സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ അല്ലെങ്കിൽ ബഹുവചനമാണെങ്കിൽ വെർബ് എന്തായിട്ടിരിക്കണം? വെർബ് ബഹുവചനമായിരിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആക്കുക, ആദ്യത്തെ സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ വെർബ് പ്ലൂറലാക്കുക. ഇത്രയേ ഉള്ളൂ.
നമുക്ക് ഉദാഹരണം നോക്കുമ്പോൾ ഒന്നുകൂടി വ്യക്തമാവും. അപ്പോൾ ഉദാഹരണം ഇതാ, ദ മാനേജർ വിത്ത് ദ ഓഫീസേഴ്സ് ഹാസ് അറൈവ്ഡ്. ഇവിടെ നിങ്ങളോട് എന്താ പറഞ്ഞേ, ഇവിടെ എത്ര സബ്ജക്റ്റ് ഉണ്ട് നോക്കൂ. ഒന്നാമത്തെ സബ്ജക്റ്റ് മാനേജർ, രണ്ടാമത്തെ സബ്ജക്റ്റ് ഓഫീസേഴ്സ്. നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ആസ് വെൽ ആസും, ആസ് മച്ച് ആസും, വിത്തും, അലോങ് വിത്തും, മോർ ദാനും, റാദർ ദാനും, ടുഗദർ വിത്തൊക്കെ വരുന്ന സന്ദർഭത്തിൽ എന്താ പറഞ്ഞേ, ഫസ്റ്റ് സബ്ജക്റ്റ് നൗണിനനുസരിച്ചാണ് മാറ്റം വരുത്തേണ്ടത് അല്ലേ. ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് എന്താ, മാനേജറാണ്. മാനേജർ സിംഗുലർ ആണോ പ്ലൂറലാണോ, ഏകവചനമാണോ ബഹുവചനമാണോ, ഏകവചനമല്ലേ. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്തു, വെർബ് സിംഗുലർ ആയിട്ട് എടുത്തു. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കുക, ദ മിനിസ്റ്റേഴ്സ് ആസ് വെൽ ആസ് ദ ചീഫ് മിനിസ്റ്റർ ആർ അറൈവിംഗ്. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് നിഷ്പ്രയാസം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ദ മിനിസ്റ്റേഴ്സ്, ആദ്യത്തെ സബ്ജക്റ്റ് എന്താ, പ്ലൂറലാ. അതുകൊണ്ട് എന്ത് ചെയ്യണം, അതുകൊണ്ട് ഇവിടെ വെർബ് പ്ലൂറലായിട്ട് എടുത്തു. ഇത്രയേ ഉള്ളൂ. അടുത്ത് നോക്കൂ, ദ ചീഫ് മിനിസ്റ്റർ റാദർ ദാൻ മിനിസ്റ്റേഴ്സ് ഗോസ് ടു ദ മീറ്റിംഗ്. ഇവിടെ ചീഫ് മിനിസ്റ്റർ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് എന്ത് ഉപയോഗിച്ചു, ഗോസ് യൂസ് ചെയ്തു അല്ലേ. നമുക്കറിയാം സിമ്പിൾ പ്രസന്റില് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ വെർബിന്റെ കൂടെ എസും ഇഎസും ഐ എസ് ഒക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞില്ലേ. ഓയിൽ അവസാനിക്കുന്നതിനെ നമ്മൾ സിംഗുലർ ആക്കുന്നത് എങ്ങനെയാ, ഇ എസ് ആണ് ഉപയോഗിക്കുക. അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ദ സ്റ്റുഡൻസ് മോർ ദാൻ ദെയർ ടീച്ചർ ഹാവ് കം. എന്തുകൊണ്ടാണ് ഇവിടെ ഹാവ് യൂസ് ചെയ്യാൻ കാരണം വെർബ്, കാരണം നമുക്ക് വളരെ നിഷ്പ്രയാസം മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടുത്തെ നൗൺ അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്താണ്, എന്താണ് നൗൺ അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലൂറലാണ്. അതുകൊണ്ട് എന്ത് യൂസ് ചെയ്തു, ഹാവ്. ഇവിടെ വളരെ നിഷ്പ്രയാസം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഇത്രയും വരുന്ന സന്ദർഭത്തിൽ ഫസ്റ്റ് സബ്ജക്റ്റ് അല്ലെങ്കിൽ നാമത്തിനനുസരിച്ച് എന്ത് ചെയ്യണം, വെർബ് ഈ പറയുന്ന നാമം സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് സബ്ജക്റ്റ് അല്ലെങ്കിൽ നാമം പ്ലൂറലാണെങ്കിൽ വെർബ് പ്ലൂറലാക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത് ഇതുകൂടിയും പഠിച്ചു വെക്കണം. വളരെ നിഷ്പ്രയാസം സിംഗുലർ പ്ലൂറൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കണക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. ഫർണിച്ചർ, സ്റ്റേഷനറി, ഫുഡ്വെയർ, ഇൻഫർമേഷൻ, ലഗേജ്, ബഗേജ് ഇവയൊക്കെ വരുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യണം, സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുക. എഴുതി വെക്കാം. ഫർണിച്ചർ, സ്റ്റേഷനറി, ഫുഡ്വെയർ, ഇൻഫർമേഷൻ, ലഗേജ്, ബഗേജ് ഇതൊക്കെ വരുന്ന സന്ദർഭത്തിൽ എന്ത് യൂസ് ചെയ്യണം, സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ദ ഫർണിച്ചർ ഈസ് ചീപ്ലി അല്ലേ. അതുകൊണ്ട് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് എന്തായിട്ട് എടുക്കാൻ പാടുള്ളൂ, സിംഗുലർ ആയിട്ടാണ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ അല്ലേ. ദ ഫർണിച്ചർ ഈസ് ചീപ്ലി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ, എന്താണ് ദ ഫർണിച്ചർ ഈസ് ചീപ്ലി എന്ന് പറയുമ്പോൾ എന്താ, സിംഗുലർ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫർണിച്ചർ വന്നാലും സ്റ്റേഷനറി വന്നാലും ഫുഡ്വെയർ വന്നാലും ഇൻഫർമേഷൻ വന്നാലും ലഗേജ് വന്നാലും ബഗേജ് വന്നാലും എന്തിലോട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ, സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ദ ഫർണിച്ചർ ഈസ് ചീപ്ലി അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ഉപയോഗിച്ചത്, ഇവിടെ സിംഗുലർ ആയിട്ടാണ് ഉപയോഗിച്ചത് അല്ലേ, അതല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, മെനി, ബിറ്റ്സ്, ഐറ്റംസ്, പീസസ് ഇതൊക്കെ വരുന്ന സന്ദർഭത്തിൽ ഇതിൻ്റെ മുൻപിൽ കേട്ടോ, ഈ പറയുന്ന കാര്യത്തിൻ്റെ ഒക്കെ മുൻപിൽ മെനി, ബിറ്റ്സ്, ഐറ്റംസ്, പീസസ് പ്ലസ് ഓഫ് വരുന്ന സന്ദർഭത്തിൽ എന്ത് യൂസ് ചെയ്യണം, പ്ലൂറൽ വെർബ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇത് നമുക്കൊരു ബോക്സിൻ്റെ അകത്ത് എഴുതണം. ഇവയെല്ലാം ഇതിൻ്റെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ മാറ്റം വരും കേട്ടോ. ഇത് രേഖപ്പെടുത്തി വെക്കുക, അതൊരു ബോക്സിൻ്റെ അകത്താക്കിയിട്ട് എഴുതി വെക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, മെനി ഐറ്റംസ് ഓഫ് സ്റ്റേഷനറി ഇവിടെയുള്ള ഭാഗമല്ലേ. ഇവിടെ ഇത് സാധാരണ വരുമ്പോൾ സിംഗിൾ വെർബാണ് യൂസ് ചെയ്യുക പറഞ്ഞു. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒന്ന് വെച്ച് കണക്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ മെനി ഐറ്റംസ് ഓഫ് സ്റ്റേഷനറി ഇവിടെ എന്താ വന്നിരിക്കുന്നത്, ഇവിടെ പ്ലൂറലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എഴുതി വെക്കുക. ഫർണിച്ചർ, സ്റ്റേഷനറി, ഫുഡ്വെയർ, ഇൻഫർമേഷൻ, ലഗേജ്, ബഗേജ് ഒക്കെ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ സിംഗിൾ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ എന്താ ചെയ്യണം, മെനി, ബിറ്റ്സ്, ഐറ്റം, പീസസ് പ്ലസ് ഓഫ് ഇവ ഇതിൻ്റെ കൂടെ വരികയാണെങ്കിൽ എന്ത് ചേർക്കണം, പ്ലൂറൽ വെർബ് ചേർക്കുക. അതുകൊണ്ടാണ് ഇവിടെ എന്ത് യൂസ് ചെയ്തേ, ആറ് ഇവിടെ ഉപയോഗിച്ചത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് നോക്കുക, സിസേഴ്സ്, സ്പെക്ടാക്കിൾസ്, ട്രൗസേഴ്സ്, ഷൂസ്, ഗ്ലൗസ് ഇതൊക്കെ വരുന്ന സന്ദർഭത്തിൽ എന്താണ് ഉപയോഗിക്കുക, ഇതൊക്കെ വരുന്ന സന്ദർഭത്തിൽ പ്ലൂറൽ യൂസ് ചെയ്യാം കേട്ടോ. രണ്ടല്ലേ, പെയർ ആയിട്ടല്ലേ ഇരിക്കുന്നത്, അപ്പോൾ പ്ലൂറലായിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ഗ്ലൗസ് പറയുമ്പോൾ 2 ഉണ്ട്, ഷൂസ് 2 അല്ലേ, ട്രൗസേഴ്സ് 2 അല്ലേ അല്ലേ, സിസേഴ്സ് 2 ഭാഗങ്ങളില്ലേ, അതൊക്കെ നോക്കുക. ട്രൗസേഴ്സ് 2 ഭാഗങ്ങളില്ലേ, അപ്പോൾ എന്ത് എടുക്കണം, പ്ലൂറലായിട്ട് യൂസ് ചെയ്യാം. ഇത് ഇവയൊക്കെ വരുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യണം, പ്ലൂറൽ കേട്ടോ എഴുതി വയ്ക്കുക. ഇത് എഴുതി വെക്കണം. ഇതൊക്കെയാണ് വരാറുള്ളത് നിരന്തരമായിട്ട്. സിസേഴ്സും സ്പെക്ടാക്കിൾസും ട്രൗസേഴ്സും ഷൂസും ഗ്ലൗസും ഇതൊക്കെ കോമൺ നമുക്ക് മനസ്സിലാക്കാം. കോമൺ സെൻസുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്താണ്, 2 ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് യൂസ് ചെയ്തു, പ്ലൂറലായിട്ട് നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ട്രൗസേഴ്സ് ആർ കോസ്റ്റ്ലി അല്ലേ, ഇവിടെ എന്താ ഉപയോഗിച്ചേ, പ്ലൂറലായിട്ട് യൂസ് ചെയ്തു. ഷൂസ് ആർ ചീപ്ലി ഇവിടെ എന്താ ഉപയോഗിച്ചേ,
ചീപ്ലി അല്ലേ, രണ്ട് ഭാഗങ്ങളാണ്, രണ്ടെണ്ണമാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഇവിടെയും പ്ലൂറലായിട്ട് യൂസ് ചെയ്തു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, എഴുതി വയ്ക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് ബോക്സിനകത്ത് എഴുതി വയ്ക്കുക. ഇതിൻ്റെ മുൻപിൽ നോക്കൂ, ഇതിൻ്റെ മുൻപിൽ എ പെയർ വന്നാൽ എന്തിലോട്ട് കൊണ്ടുപോകണം? സിംഗിൾ വെർബായിട്ട് യൂസ് ചെയ്യുക. ഇതിൻ്റെ മുൻപിൽ എ പെയർ വന്നു കഴിഞ്ഞാൽ എന്ത് യൂസ് ചെയ്യണം? സിംഗിൾ വെർബ് യൂസ് ചെയ്യുക, രേഖപ്പെടുത്തി വയ്ക്കുക. ഇതിൻ്റെ മുൻപിൽ എ പെയർ വന്നു കഴിഞ്ഞാൽ സിംഗിൾ വെർബ് യൂസ് ചെയ്യുക. എ പെയർ ഓഫ് ഗ്ലൗസ് ഈസ് കെപ്റ്റ് ദർ. കണ്ടോ? എ പെയർ ഓഫ് അല്ലേ, ഇതിൻ്റെ മുൻപിലല്ലേ എന്താ വന്നിരിക്കുന്നത്? എ പെയർ അല്ലേ. എ പെയർ ഓഫ് ഗ്ലൗസ് ഈസ് കെപ്റ്റ് ദർ. എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ കാരണം പറയുമ്പോൾ ഈ പറയുന്ന എ പെയർ ഇവയ്ക്ക് മുൻപിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കി മാറ്റണം? സിംഗിൾ വെർബായിട്ട് മാറ്റണം. അത്രയേ ഉള്ളൂ. നേരത്തെ വന്നപ്പോൾ പ്ലൂറൽ വെർബാക്കി മാറ്റി, ഇവിടെ എ പെയർ വന്നപ്പോൾ എന്താക്കി മാറ്റി? സിംഗിൾ വെർബായിട്ട് മാറ്റി. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. മലയാളത്തിൽ തന്നെ എഴുതി വയ്ക്കുക. നിയമങ്ങൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി, ഉദാഹരണങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് ആൻഡ് വെച്ചിട്ടാട്ടോ. ആൻഡിൻ്റെ ആണ് പ്രധാനപ്പെട്ടതാണ്, എപ്പോഴും ആവർത്തിക്കുന്ന. രാമ ആൻഡ് ലക്ഷ്മണ ആർ ബ്രദേഴ്സ്. കാരണം നമുക്കറിയാം ആൻഡ് കൊണ്ട് രണ്ട് സബ്ജക്റ്റുകളെ തമ്മിൽ വ്യത്യസ്തമായിട്ട് കേട്ടോ, ആൻഡ് കൊണ്ട് രണ്ട് വ്യത്യസ്തമായിട്ട് സബ്ജക്റ്റുകളെ ബന്ധിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പ്ലൂറലായിട്ട് യൂസ് ചെയ്യുക. അത്ര എഴുതി വയ്ക്കുക. രണ്ട് സബ്ജക്റ്റുകൾ, രാമനും ലക്ഷ്മണനും രണ്ട് കർത്താവ് അല്ലെങ്കിൽ നാമങ്ങളല്ലേ. അപ്പോൾ ആൻഡ് കൊണ്ട് കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ? പ്ലൂറൽ അല്ലെങ്കിൽ ബഹുവചനം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത്രയേ ഉള്ളൂ കേട്ടോ. രണ്ട് സബ്ജക്റ്റുകൾ വ്യത്യസ്തമാണെങ്കിൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കണം? പ്ലൂറൽ അല്ലെങ്കിൽ ബഹുവചനമായിട്ടുള്ള വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നോക്കുക, മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നമ്മളെന്താ? പ്ലൂറല. എന്തുകൊണ്ടായിരിക്കാം? അതായത് നാമത്തിൻ്റെ മുൻപിൽ ഇവിടെ നോക്കൂ, ഇത് എഴുതണം കേട്ടോ. എ, ആൻ, ദ, മൈ, അവർ, യുവർ, ഹിസ്, ഹെയർ, ഇറ്റ്സ്, ദെയർ. ഒരിക്കൽ കൂടി പറയാം. എ, ആൻ, ദ ഓൾറെഡി അറിയാം, ആർട്ടിക്കിളാ. ഇതെല്ലാം എന്താണ്? ആർട്ടിക്കിൾസാണ്. എ, ആൻ, ദ. മൈ, അവർ, യുവർ, ഹിസ്, ഹെയർ, ഇറ്റ്സ്, ദെയർ. ഇതിനെ പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയും നമ്മൾ കേട്ടോ. ഇവ ഏതെങ്കിലും നാമത്തിൻ്റെ രണ്ട് നാമങ്ങൾ അല്ലെ, രണ്ട് നാമത്തിൻ്റെ മുൻപിൽ ഇതിലേതെങ്കിലും കേട്ടോ, ഇതിലേതെങ്കിലും ചിലപ്പോൾ എ ആയിരിക്കാം, ചിലപ്പോൾ ഏൻ ആയിരിക്കാം, ദ ആയിരിക്കാം, മൈ ആയിരിക്കാം, അവർ ആയിരിക്കാം, ഓ യു ആർ, യുവർ ആയിരിക്കാം, ഹിസ് ആയിരിക്കാം, ഹെയർ ആയിരിക്കാം, ഇറ്റ്സ് ആയിരിക്കാം, ദെയർ ആയിരിക്കാം. അപ്പോൾ ഇതിലെ ഏതെങ്കിലും ഒന്ന് രണ്ട് നാമത്തിൻ്റെയും മുൻപിൽ വരിക, രണ്ട് നാമത്തിൻ്റെയും മുൻപിൽ വരണം. അങ്ങനെ നോക്കൂ, മൈ ഇവിടെയും വന്നു, ഇവിടെയും വന്നു. അല്ലെങ്കിൽ എന്താണ്? രണ്ട് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഒരേ ആശയത്തിൽ തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്, ഒരേ സംഗതിയിൽ തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്. അല്ലെങ്കിൽ വേഗത്തിൽ നമുക്ക് കണ്ടെത്താൻ എന്ത് ചെയ്യണം? ഇങ്ങനെ എത്രമാത്രം വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. ആദ്യത്തെ എഴുതി വെക്കണം, എയും ഏനും ദായും, മൈ, അവർ, യുവർ, ഹിസ്, ഹെയർ, ഇറ്റ്സ്, ദെയർ എഴുതി വെക്കുക. മനസ്സിലായോ? എന്നിട്ട് രണ്ട് നാമത്തിൻ്റെ മുൻപിൽ ഇപ്പോൾ ഇവിടെ അങ്കിൾ ഉണ്ട്, ഇവിടെ ഗാർഡിയൻ ഉണ്ട്. ഈ രണ്ട് നാമത്തിൻ്റെ മുൻപിലും എന്താണ്? ഒന്ന് തന്നെയല്ലേ വന്നിരിക്കുന്നത്? ഇവിടെ എഴുതിയിരിക്കുന്ന മൈ അല്ലേ, പൊസസീവ് അഡ്ജക്റ്റീവാ, ഇത് തന്നെയല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ. അപ്പോൾ എന്ത്? രണ്ട് ഭാഗത്തും, നാമത്തിൻ്റെ രണ്ട് ഭാഗത്തും ആർട്ടിക്കിൾ വരികയോ അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ് വരികയോ ചെയ്യുകയാണെങ്കിൽ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? പ്ലൂറലായിട്ട് ഉപയോഗിക്കുക. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് എന്ത് യൂസ് ചെയ്തോടെ? വേർ. ഇവിടെ നോക്കൂ, മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ. ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യുക, വാസ അല്ലേ. കാരണം ഇത് ഒരാളെ തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അത് മലയാളവൽക്കരിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇത് ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ അല്ലേ. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ ഇത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ഉപയോഗിച്ചു? സിംഗിൾ ഉപയോഗിച്ചു. ഇവിടെ രണ്ട് ഭാഗത്തും മൈ വന്നപ്പോൾ എന്ത് ഉപയോഗിച്ചു? പ്ലൂറലായിട്ട്. ഇവിടെ ഒരു ഭാഗത്ത് വന്നപ്പോൾ എന്ത് ഉപയോഗിച്ചു? സിംഗിളായിട്ട് യൂസ് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ജോൺ ആൻഡ് ഹിസ് ബ്രദർ വർക്ക് ഹാർഡ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ രണ്ടാൾക്കാരുണ്ട് അല്ലേ, രണ്ട് വ്യത്യസ്ത സബ്ജക്റ്റില്. ജോണും ഉണ്ട്, അവൻ്റെ സഹോദരനും ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ഉപയോഗിച്ചു? ഇവിടെ നമ്മൾ രണ്ട് സബ്ജക്റ്റ്, നേരത്തെ രാമ ആൻഡ് ലക്ഷ്മണ എന്ന് പറഞ്ഞ പോലെ തന്നെ രണ്ട് വ്യത്യസ്ത സബ്ജക്റ്റ് അല്ലേ, അതുകൊണ്ട് ആർ ബ്രദേഴ്സ് ഉപയോഗിച്ചു. അത് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ജോൺ ആൻഡ് ഹിസ് ബ്രദർ വർക്ക് ഹാർഡ് അല്ലേ. വർക്ക് പറയുമ്പോൾ നമുക്കറിയാം ബേസ് ഫോമാ. സിമ്പിൾ പ്രസൻറ്റിലെ നമുക്കറിയാം, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ പ്ലൂറിലാണെങ്കിൽ നമുക്ക് എന്താ ഉപയോഗിക്കാൻ പാടുള്ളൂ? ബേസ് ഫോം ഉപയോഗിക്കുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് യൂസ് ചെയ്തേ? വർക്ക് നമ്മളിവിടെ യൂസ് ചെയ്തു. ഇനി ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ. ഒരാൾ തന്നെയാണ്, ഒരു ഭാഗത്ത് മാത്രമേ എന്ത് വന്നിട്ടുള്ളൂ? ദ ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ പെട്ടെന്ന് പറയൂ, എന്താ ഉപയോഗിക്കുക? സിംഗിൾ ഉപയോഗിക്കുക അല്ലേ. പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ഒരു ഭാഗത്ത് മാത്രമല്ലേ വന്നിട്ടുള്ളൂ. ദ പ്രിൻസിപ്പൽ ആൻഡ് ദി ചെയർമാൻ ആവുമ്പോൾ മാറിപ്പോവും, പ്ലൂറലായിട്ട് മാറും. പക്ഷേ ഇവിടെ ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ
ഹാസ് നോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ്. ഇവിടെ സിംഗുലർ ആയിട്ടാണ് യൂസ് ചെയ്തത്, ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ സിംഗുലർ ആയിട്ട് ഉപയോഗിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക, വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ്, എല്ലാം മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞു തരുന്നത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ രേഖപ്പെടുത്തുക, കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ അതിലൂടെ കുറച്ചുകൂടി എളുപ്പത്തെ രീതിയിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം അടുത്ത ഇംഗ്ലീഷ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട് കാണാം. അതുവരെയും ബൈ, താങ്ക് യു.